മുരളി ഗോപി രചന നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം തമിഴ് ബൈലിംഗുവൽ സിനിമ ആയിട്ടുള്ള ആനന്ദങ്കാടിന്റെ അവസാന ഭാഗത്തിൽ വരുന്ന ഒരു മൂമെന്റ് ഉണ്ട്. ഒരു കഥാപാത്രം തനിക്കെതിരെ നിൽക്കുന്ന സിസ്റ്റത്തിന്റെ നേരെ ധൈര്യത്തോടെ നിൽക്കുകയും ചില ഡയലോഗ്സും പറയുന്ന ഒരു രംഗമാണത്. മെയിൻ സ്ട്രീം സിനിമയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാറ്റിക് എനർജി ഉള്ള ഒരു സീനാണ് ഈ പെർട്ടിക്കുലർ സീൻ. പക്ഷേ അവിടം വരെ സിനിമ എത്തിക്കാൻ മുരളി ഗോപി വളരെ ജനറിക് ആയിട്ടുള്ള ഇമാജിനേഷൻസിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള സർപ്രൈസസ് ഒന്നും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. സ്ഥിരം പ്രതികാര കഥയെ നെടുനീളം ഡയലോഗ്സും മറ്റും ഉപയോഗിച്ച് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന അനന്തങ്കാട് ഹൈ മൂവ്മെന്റ്സുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ത്രില്ലറാണ്. പടത്തിന് അനന്തങ്കാട് എന്ന പേര് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ബാക്ക് സ്റ്റോറി സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആശയത്തിന് ഇതിലും മികച്ച ഒരു കഥയുടെ പിൻബലം വേണമായിരുന്നു. 90കളിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയിലുള്ളത്. തങ്കരാജും അയാളുടെ സംഘം ചില്ലറ ക്രിമിനൽ പരിപാടികളൊക്കെ ഉള്ള ഒരു ടീമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇതെല്ലാം അവസാനിപ്പിച്ച് ഒരു ഗാനമേള ട്രൂപ്പ് നടത്തി സമാധാനമായി ജീവിക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മണി എന്ന് പറയുന്ന ഒരു തമിഴ് നാട്ടുകാരൻ കുറച്ചു നാളത്തേക്ക് അവർ അഭയം കൊടുക്കുന്നു. മണിയുടെ വരവിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം GN കൃഷ്ണകുമാറും മുരളി ഗോപിയും ഒന്നിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ് അനന്തങ്കാട്. ടിയാനിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും തൻ്റെ ഫിലോസഫീസ് തിരക്കഥയിൽ മുരളി ഗോപി ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് മുതലായ സിനിമകളൊക്കെ രചിക്കുന്ന സമയത്ത് ഈ ഫിലോസഫികളുടെ കൂടെ മുരളി ഗോപി തിരക്കഥയുടെ സ്ട്രക്ചറിലും പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം എഴുതുന്ന പല തിരക്കഥയിലും മിസ്സിംഗ് ആയിട്ടുള്ളത് ഈ സ്ട്രക്ചറൽ പരീക്ഷണങ്ങളാണ്. ഈ പടത്തിൽ ഒരു ഘട്ടത്തിൽ ആര്യയെ വീണ്ടും കാണിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ബിൽഡപ്പാണ് പടം വീണ്ടും കാണിക്കുന്നത്. പടം കാണാൻ കയറിയിട്ടുള്ള ആർക്കും എളുപ്പത്തിൽ ഇത് ആര്യയാണെന്ന് ഊഹിക്കാൻ പറ്റും. എന്നിട്ടും അവർ അതിന് കൊടുക്കുന്ന ബിൽഡപ്പ് ഒരർത്ഥത്തിൽ ജഡ്ജ്മെന്റ് പോയത് തുറന്നു കാണിക്കുന്നതിന് സമാനമാണ്. വില്ലൻ കഥാപാത്രം സ്വീകരിക്കുന്ന ചില കോൺസ്പിറസി പരിപാടികളാണ് കഥയ്ക്ക് ലേശമെങ്കിലും ജീവൻ കൊടുക്കുന്നത്. ഈ സിനിമയുടെ നായകൻ ആര്യയാണെന്ന രീതിയിലായിരിക്കും അണിയര പ്രവർത്തകർ പറയുന്നത്. എന്നാൽ സ്ക്രീൻ ടൈം നോക്കുമ്പോൾ ആര്യയ്ക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല. തങ്കരാജ് എന്ന സാമാന്യ ദൈർഘ്യമുള്ള കഥാപാത്രത്തെ ചെയ്തിരിക്കുന്ന മുരളി ഗോപിയാണ്. ഇന്ദ്രൻസുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാത്ത തരം കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ പുള്ളി എപ്പോഴും പ്രേക്ഷകരെ ഞെട്ടിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ കൈ അടിച്ചിട്ടുള്ള 1-2 സീനുകളിൽ പൂർണ്ണമായും സ്കോർ ചെയ്യുന്ന ഇന്ദ്രൻസ് ആണ്. KK മേനോൻ എന്ന മുഖ്യമന്ത്രി കഥാപാത്രത്തെ വിജയരാഘവൻ ഭംഗിയായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തെലുങ്ക് നടൻ സുനിലാണ് പോലീസ്. പുള്ളിയുടെ സ്ഥിരം ആനിമേറ്റഡ് സ്റ്റൈലിലാണ് റോൾ ചെയ്തിരിക്കുന്നത്. നിഖില വിമൽ അടക്കം പല ഭാഷയിൽ നിന്ന് നടന്മാര് 1-2 സീന് ഈ സിനിമയിൽ ഭാഗമായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി